ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായയാണ് വെക്കേണ്ടത് കേട്ടോ. എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എനിക്കിത്തിരി ചായ കുടിക്കണം. ചായ കുടിക്കുമ്പോൾ എനിക്കൊരു എനർജി ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അങ്ങനത്തെ ഒരു ശീലം? അപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് ആ ചായയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണല്ലേ. ഈ ചായ കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ മുറ്റത്ത് ഇറങ്ങി അടിച്ചു വരാനൊക്കെ തുടങ്ങി കേട്ടോ. ഇന്നലെയാണെങ്കിൽ കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു മുറ്റത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് മുറ്റത്തെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയത്. ഇപ്പോൾ വീണ്ടും മുളച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ചൊക്കെ ചെത്തിയിട്ടു, ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണേ. എത്ര പെട്ടെന്ന് ആ പുല്ലൊക്കെ മുളച്ചുണ്ടാവുന്നതല്ലേ. അതിന് പകരം നമ്മളിപ്പോൾ ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ നോക്കി പരിചരിച്ച് നടക്കുകയാണെങ്കിൽ അത് വളരെയില്ല. പക്ഷെ ഇവരൊക്കെ എത്ര പെട്ടെന്നാണ് വളരുന്നതല്ലേ. ഞാൻ അതുകൊണ്ട് അടിച്ചു വരുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തൈ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറിച്ച് കളയും കേട്ടോ. പിന്നീട് അത് വലുതാവണ്ടല്ലോ എന്ന് കരുതിയിട്ടേ അപ്പം അത് പറിച്ച് കളയേ. കുറേ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്, നല്ല പൂക്കളുള്ള. പക്ഷെ ഒക്കെ പോയി. ഇപ്പം ഇതാ ഈ കാണുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചായ കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ചായ കുടിച്ച് പണിക്ക് പോവാണേ. അടുത്ത് തന്നെയാണ് പണി, അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് പയർ പറിക്കാനായിട്ട് പോയിട്ട്, നമ്മുടെ പുറകിൽ പയർ നട്ടിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ മുൻപത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പയർ പറിക്കുന്നതല്ല, ഇങ്ങനെ നടുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, നനയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നമുക്ക് തോരൻ വയ്ക്കാമല്ലോ. അപ്പോൾ അത് നമ്മുടെ പറമ്പ് ആകെ പുല്ല് കയറിയിരിക്കാനായിട്ട് ഈ ഒറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് എന്തോരം കാടാണെന്നറിയോ. അപ്പോൾ നമ്മൾ പയർ നട്ടോടത്തൊക്കെ കാട് കയറിയിരിക്കുകയാണ് കേട്ടോ. പ്രധാനമായിട്ടും വരെ തുമ്പച്ചെടിയില്ലേ, ആ തുമ്പച്ചെടി അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ പയർ പറിക്കുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ടാകും. ഞങ്ങളാകെ 2 പേരിലുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ധാരാളമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാത്ത ദിവസം പറിച്ചിട്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഉപ്പേരിക്ക് പയർ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ പറിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് പറിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മൾ സ്വന്തം നട്ടുണ്ടാക്കി അത് പറിച്ച് നമ്മളത് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷമല്ലേ, അപ്പോൾ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ ഇതാ ഇന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എന്നും ഇത്ര തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ധാരാളമാണ്. 2 പേരല്ലേ ഉള്ളൂ ഞങ്ങൾ. ഏട്ടൻ നന്നായി കഴിക്കും കേട്ടോ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പയർ. അപ്പം എന്തായാലും ഇത്രയും കിട്ടിയിട്ടുണ്ട്. പയറൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചു കേട്ടോ. അടുത്ത വീട്ടിലെ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതുവിൻ്റെ അമ്മയാണ്. ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നീതുവിനെ കേട്ടോ. അപ്പോൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ അവളുടെ അമ്മയാണ്. അപ്പോൾ ഈ രാവിലെ കർമൂസ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം തരാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. കർമൂസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഓമയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. നമ്മൾ കർമൂസ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെടിയുണ്ട്, കർമൂസേൻ്റെ മരമുണ്ട്. അപ്പോൾ അത് പറിച്ചപ്പോൾ അതിൻ്റെ കഷ്ണം തരാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളടുത്ത് എന്തുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ എനിക്കില്ല എങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോകും. അവരുടെ അടുത്ത് എന്തെങ്കിലും എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മളുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ് നമ്മളിവിടെ എല്ലാവരും കഴിയുന്നത്. എന്തായാലും അതൊക്കെ വാങ്ങി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ചേച്ചീൻ്റെയും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ കളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതപ്പെല്ലാം വിരിച്ചിട്ടു. ആകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടെ. ഇന്നലെ തട്ടിക്കൊട്ടിയതുകൊണ്ട് കാര്യമായിട്ട് വലിയ അടിച്ചു വരാനൊന്നുമില്ല. എത്ര തട്ടിക്കൊട്ടി വൃത്തിയാക്കിയാലും ശരി, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പടിയാകും. എന്തായാലും ആ പരിപാടി അങ്ങോട്ട് വേഗം തീർത്തു. വേഗം പോയി ചായ കുടിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് ഓട്ടടയായിരുന്നു. ഓട്ടടയ്ക്ക് എനിക്ക് കറി കൂടുന്നത് ഇഷ്ടമില്ല. എനിക്ക് ചായേൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഓട്ടടയും ചായയും കഴിച്ചുവേ. പിന്നെ നമ്മൾ നേരത്തെ പറിച്ച് വെച്ച പയറില്ലേ, അതൊന്ന് നന്നാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കാനായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്ത അംഗൻവാടി ടീച്ചർ പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് വരണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങി കേട്ടോ. അപ്പോൾ അംഗൻവാടി നമുക്ക് വലിയ ദൂരം തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അംഗൻവാടി. നമ്മുടെ മതിലിൻ്റെ അപ്പുറത്ത് ഒന്നങ്ങോട്ടേക്ക് ചാടാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയായേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.